ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച കോഴി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് ആദ്യം വേണ്ടത് 1 കിലോ ചിക്കനാണ്. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഓരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചിക്കൻ പീസുകളും വറുത്തെടുക്കണം. നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണി റൈസ് റെഡിയാക്കുന്നുണ്ട്. ഇത് സാധാ നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന മാതിരിയാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് സെപ്പറേറ്റ് മസാല ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി ദം ഇടുകയാണ് ചെയ്യുന്നത്. സാധാരണ വെള്ളം വെച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സെറ്റായിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സവാളയും തക്കാളിയും മല്ലിച്ചപ്പും പുതിനയും ഒക്കെ അരിഞ്ഞു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ ഏകദേശം ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ എങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സെയിം എണ്ണയിലിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് കോരാം. അപ്പം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ അങ്ങ് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് ഉരുകിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ച മണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ബിരിയാണി റൈസ് എന്തായെന്ന് നോക്കിയിട്ടുണ്ട്. റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടി പിടിക്കാണ്ട് കറക്റ്റ് വേവിന് വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ചോറ്. ഇനി നമ്മുടെ തക്കാളി വെന്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി ഗൈസ്. നമ്മൾ ആദ്യം സ്പൈസസ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ നെയ്യ് ഉരുക്കുമ്പോൾ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാലും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അളവ് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ടാണ്. ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി മല്ലിച്ചപ്പും പുതിനയും നമ്മൾ അരിഞ്ഞു വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബാക്കി വെക്കണം നമുക്ക് ദമ്മിടാൻ ഉപയോഗിക്കാൻ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് പൊരിച്ച് വെച്ച നമ്മൾ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് ഗ്രേവിക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ്സോ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ട് വറ്റിച്ചിട്ട് വേണമെങ്കിലും മസാല പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആ ചിക്കനിലൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തെടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ്. അപ്പം നമ്മുടെ മസാല നമ്മൾ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ചോറിട്ട് കൊടുക്കാം. ബിരിയാണി റൈസ് അതിൻ്റെ മുകളിൽ സെറ്റാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അതുപോലെ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് മുകളിലൊന്ന് വെതറിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഒന്ന് വെതറിട്ട് കൊടുക്കാം. ലേശം നെയ്യ് കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി സെയിം പ്രൊസീജിയർ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി മാറ്റി വെച്ച ഗ്രേവിയും ചിക്കൻ പീസും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ച ചോറ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് പുതിയ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പും പുതിനയൊക്കെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുന്തിരിയും ഉള്ളിയും ഒക്കെ വറുത്തത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കിടിലം ബിരിയാണി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് നേരം മൂടി വെച്ച് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കണം. നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം മൂടിയിലുള്ള ഒരു ഹോളുണ്ട്, അതും കൂടെ അടയ്ക്കണം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എങ്കിൽ കഴിയുന്നത്ര നേരം നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ തുറന്നു നോക്കിയത്. അപ്പോൾ അതേ നമ്മൾ സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ കിടിലം സ്മെല്ലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊരിച്ചിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമ്മൾ പീസസൊക്കെ തപ്പിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി റൈസും മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് വേഗം കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ സെറ്റാക്കി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് ചോറും കുറച്ച് ചിക്കനും സാലഡൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പറഞ്ഞു പോരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.